Hi everyone, welcome to Learn to Study. ഞാൻ റഫീഖ സേറ്റി. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്യൂട്ടീൻ്റെ യൂസും അതിൻ്റെ നേച്ചർ ഓഫ് ക്യൂട്ടിയാണ് മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫങ്ഷൻസ് ഓഫ് ക്യൂട്ടി, ഫങ്ഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് ആണ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഈസ് യൂസ്ഡ് ടു സോൾവ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ബിസിനസ്. ഓക്കെ, ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. അപ്പോൾ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ റൈസ് ചെയ്യുന്ന പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് ക്യൂട്ടീൻ്റെ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, it helps in identifying, that is QT helps in identifying and structuring business problems for better decision making. QT എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അതായത് ബിസിനസ് പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാനും അതിൻ്റെ സ്ട്രക്ചർ ചെയ്യാനും വേണ്ടിയിട്ട് QT ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിസിനസ് പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് ആ പ്രോബ്ലത്തിനുള്ള ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഒക്കെ കണ്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നൊരു ബെറ്റർ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു നല്ല സൊല്യൂഷൻ ചൂസ് ചെയ്യാൻ ക്യൂട്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ, പ്രോബ്ലം സോൾവിങ് ഫംഗ്ഷൻ. ദെൻ രണ്ടാമത്തെ ഫംഗ്ഷൻ ക്യൂട്ടി ഹെൽപ്സ് ടു ഒപ്റ്റിമൈസ്. ദാറ്റ് ഈസ് രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണ്? ഒപ്റ്റിമൈസേഷൻ ആണ്. ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ക്യൂട്ടി എയിംസ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്, മിനിമൈസ് കോസ്റ്റ് ആൻഡ് ഇംപ്രൂവ് എഫിഷ്യൻസി. അപ്പോൾ ക്യൂട്ടി കോസ്റ്റ് മിനിമൈസ് ചെയ്യാനും അതേപോലെ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പോൾ ഒരു കാര്യം, ഒരു പ്രോസസ്സ്, ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, ഒരു പ്രശ്നം, ആ പ്രോബ്ലത്തിനും ആ പ്രോസസ്സിനും അത് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ഒരുപാട് ഉപായങ്ങൾ, ഒരുപാട് രീതികൾ അത് കണ്ടെത്തുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ്, അതെങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ അതെങ്ങനെ പ്രയോഗിക്കണം എന്നൊക്കെയുള്ള രീതി, അതിനുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂട്ടിയിലൂടെ നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് അപ്ലൈ ചെയ്യും എന്നുള്ളതാണ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രെഡിക്ഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ് പ്രഡിക്ഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ്. പ്രഡിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യുക, എസ്റ്റിമേറ്റ് ചെയ്യുക, ഫ്യൂച്ചറിനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. That is, QT is used to estimate future business trends based on historical data. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റേൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് പാസ്റ്റ് ഡാറ്റേൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ പ്രസൻറ്റ് ഡാറ്റേൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫ്യൂച്ചറിലുള്ള ബിസിനസ്സിൻ്റെ ട്രെൻഡ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രഡിക്ഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് ക്യൂട്ടീൻ്റെ അടുത്തൊരു ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് പെർഫോമൻസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ക്യൂട്ടി പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ക്യൂട്ടീൻ്റെ ഒരു ഫംഗ്ഷൻ ആണ് പെർഫോമൻസ് ഇവാലുവേഷൻ. ദാറ്റ് ഈസ് എന്താ പെർഫോമൻസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് അസിസ്റ്റ് ഇൻ അസസിങ് ബിസിനസ് പെർഫോമൻസ് യൂസിങ് കീ മെട്രിക്സ്. അപ്പോൾ കീ മെട്രിക്സ് വെച്ചിട്ട് ബിസിനസിന്റെ പെർഫോമൻസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂട്ടി മാനേജ്മെന്റിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പെർഫോമൻസ് ഇവാലുവേഷൻ. ദെൻ നെക്സ്റ്റ് റിസ്ക് അനലൈസിസ് ആണ്. റിസ്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂട്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ക്യൂട്ടിൻ്റെ മറ്റൊരു ഫംഗ്ഷനാണ് റിസ്ക് അനലൈസിസ്. ക്യൂട്ടി ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈയിങ് ആൻഡ് മാനേജിങ് റിസ്ക് ഇൻ ബിസിനസ് ഓപ്പറേഷൻ. ഒരു ബിസിനസ്സിൽ വരുന്ന അല്ലെങ്കിൽ ബിസിനസ് ഓപ്പറേഷൻസിൽ വരുന്ന റിസ്കുകൾ അത് ഐഡന്റിഫൈ ചെയ്യാനും അത് മാനേജ് ചെയ്യാനും ക്യൂട്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വാളിറ്റി കൺട്രോൾ. ക്യൂട്ടി ക്വാളിറ്റി കൺട്രോളിന് അസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ക്യൂട്ടി യൂസേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ലൈക്ക് സിക്സ് സിഗ്മ ടു ഇംപ്രൂവ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ക്വാളിറ്റി. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂട്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ക്യൂട്ടി എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കായിട്ടുള്ള സിക്സ് സിഗ്മ അല്ലെങ്കിൽ മറ്റ് ടെക്നിക്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് ക്വാളിറ്റി കൺട്രോളിന് ക്യൂട്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യൂട്ടീൻ്റെ മറ്റൊരു ഫംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷനാണ് റിസോഴ്സ് അലോക്കേഷൻ. ക്യൂട്ടി റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ മെറ്റീരിയൽ, മെഷീനറി,
മെൻ മണി ഇതൊക്കെ വേണ്ട രീതിയിൽ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് QT ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് QT എയ്ഡ്സ് ഇൻ ഡിസ്ട്രിബ്യൂട്ടിംഗ് റിസോഴ്സസ് ഒപ്റ്റിമലി യൂസിങ് ലിനിയർ പ്രോഗ്രാമിംഗ് ആൻഡ് ക്യൂയിങ് തിയറി. അപ്പോൾ ക്യൂയിങ് തിയറിയും ലിനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ റിസോഴ്സുകളെ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യാനും QT ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദി വേരിയസ് ഫങ്ഷൻസ് ഓഫ് QT. ദാറ്റ് ഈസ് ഒന്നെന്താണ്, QTൻ്റെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ്, ധർമ്മങ്ങളാണ് പറയുന്നത്. അപ്പോൾ QTൻ്റെ ഒരു ഫംഗ്ഷൻ, QT ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് ആണ്. ദെൻ സെക്കൻഡ് വൺ ഒപ്റ്റിമൈസേഷൻ, തേർഡ് പ്രഡിക്ഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ്, നെക്സ്റ്റ് പെർഫോമൻസ് ഇവാലുവേഷൻ, ദെൻ റിസ്ക് അനലൈസിസ്, ക്വാളിറ്റി കൺട്രോൾ ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ. ദെൻ നെക്സ്റ്റ് ഏരിയയാണ് ലിമിറ്റേഷൻസ് ഓഫ് QTൻ്റെ ലിമിറ്റേഷൻസ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ പരിമിതികളാണ് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ്? ഒന്ന്, ഡിപ്പെൻഡൻസ് ഓൺ ഡാറ്റ ആക്യുറസി. ഡാറ്റൻ്റെ കൃത്യതയെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്, അതിനെ ആശ്രയിക്കുക. അതായത് QTൻ്റെ മെത്തേഡ്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ നൽകുന്ന ഡാറ്റൻ്റെ കൃത്യത, അതിൻ്റെ ആക്യുറസി എത്രത്തോളം ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ജെനുവിനിറ്റി എത്രത്തോളം ഉണ്ടോ അതിനെ ആശ്രയിച്ചിട്ടായിരിക്കും നമ്മൾ എടുക്കുന്ന ഡിസിഷൻ്റെ ആക്യുറസി. കാരണം നമ്മൾ കൊടുക്കുന്ന ഡാറ്റേൻ്റെ ഔട്ട്പുട്ടാണ് QT നമുക്ക് തിരിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ നൽകുന്ന ഡാറ്റേൻ്റെ ആക്യുറസി എത്രത്തോളം ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും QTൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റിസൾട്ട്സ് ആർ ഓൺലി ആസ് റിലയബിൾ ആസ് ദി ക്വാളിറ്റി ഓഫ് ദി ഇൻപുട്ട് ഡാറ്റ. അപ്പോൾ ഇൻപുട്ട് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൽകുന്ന ഡാറ്റ, ഓക്കെ. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിസൾട്ടാണ്. അപ്പോൾ ഇൻപുട്ട് ഡാറ്റേൻ്റെ ക്വാളിറ്റീൻ്റെ റിലയബിലിറ്റി, അതായത് ക്വാളിറ്റീൻ്റെ ആക്യുറസി എത്രത്തോളം ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആണ് ലിമിറ്റേഷൻ ആണ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചില ടെക്നിക്കുകൾ അല്ലെങ്കിൽ ചില മെത്തേഡ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനും അത് അപ്ലൈ ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ലൈക്ക് ഇപ്പോൾ ക്യൂയിങ് തിയറി അല്ലെങ്കിൽ ഡിസിഷൻ ട്രീ അനലൈസിസ് പോലുള്ളതൊക്കെ നമുക്ക് കുറച്ച് പ്രയാസമാണ് മനസ്സിലാക്കാൻ, അത് അപ്ലൈ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള മെത്തേഡ്സും ടെക്നിക്സും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇൻഫർമേഷൻ അല്ലെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുക. അല്ല നമുക്കത് അറിയാതെ നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് തെറ്റായിട്ടുള്ള റോങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതാണ് കോംപ്ലക്സിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ സം മോഡൽസ് ആൻഡ് ടെക്നിക്സ് ആർ ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്ലൈ. ചില മോഡൽസ് അല്ലെങ്കിൽ ചില ടെക്നിക്കുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ എന്താണ്, അത് ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ അത് മനസ്സിലാക്കാനും അത് ഡിഫിക്കൽട്ടാണ്, ബുദ്ധിമുട്ടാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, അസംഷൻസ് മേ നോട്ട് ഹോൾഡ്. അപ്പോൾ അസംഷൻസിന് QTയിൽ എന്തില്ല, ഒരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. ദാറ്റ് ഈസ് മെനി മോഡൽസ് ആർ ബേസ്ഡ് ഓൺ ഐഡിയൽ കണ്ടീഷൻസ് ദാറ്റ് മേ നോട്ട് എക്സിസ്റ്റ് ഇൻ റിയൽ ബിസിനസ് സിറ്റുവേഷൻ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് അസംഷൻ ആണ് എന്ത്, അസംഷൻസ് മേ നോട്ട് ഹോൾഡ് എന്ന് പറയുന്നത്. അസംഷൻസ് അതായത് അനുമാനങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അനുമാനങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് പറയാൻ കാരണം എന്താണ്, അതായത് ഇപ്പം പല മെത്തേഡ്സും അല്ലെങ്കിൽ മോഡൽസും ഇപ്പം നമ്മളുടെ ഒരു റിയൽ ലൈഫ് ബിസിനസ് സിറ്റുവേഷൻ എന്താണോ അതിന് അനുയോജ്യമല്ലാത്ത മോഡൽസ് പലതുണ്ട്. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് അസംഷനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ മോഡൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ശരിക്ക് റിയൽ ലൈഫിൽ ഒരു ബിസിനസ്സിൽ അവിടെ അനുമാനങ്ങൾക്ക് അല്ലെങ്കിൽ അസംഷൻസിന് ഒരു സ്ഥാനമില്ല. ഓക്കെ. അപ്പോൾ അതും അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാം. ദാറ്റ് ഈസ് മെനി മോഡൽസ് ആർ ബേസ്ഡ് ഓൺ ഐഡിയൽ കണ്ടീഷൻസ് ദാറ്റ് മേ നോട്ട് എക്സിസ്റ്റ് ഇൻ റിയൽ ബിസിനസ് സിറ്റുവേഷൻ പറയുന്നത്. അതായത് നമ്മളുടെ യഥാർത്ഥ ബിസിനസ്സിൻ്റെ സാഹചര്യത്തിൽ നിലവിലില്ലാത്ത അല്ലെങ്കിൽ അനുയോജ്യമല്ലാത്ത ഒരുപാട് മോഡൽസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, അസംഷനെ ബേസ് ചെയ്തിട്ടാണ്. സോ അതൊക്കെ എന്തിനെ ബാധിക്കും, നമ്മളുടെ ഡിസിഷനെ ബാധിക്കും. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, കോസ്റ്റ് ആൻഡ് ടൈം ഇൻറ്റൻസീവ് ആണ്. അപ്പം QT അപ്ലൈ ചെയ്യാൻ നമുക്ക് ഒരുപാട് ചിലവ് വരുന്നുണ്ട്, കോസ്റ്റ് ആണ്, ദാറ്റ് ഈസ് കോസ്റ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ ഒരുപാട് ടൈമും എടുക്കുന്നുണ്ട്, ടൈം എഫക്റ്റീവ് ആണ്. Then collecting data and processing it using QT methods can be expensive and time consuming. അപ്പോൾ QT മെത്തേഡ്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യലും അത് പ്രോസസ്സ് ചെയ്യലും ഒക്കെ എന്താണ്, ഒരുപാട് എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ചിലവ് കൂടുതലുള്ള കാര്യമാണ്. അതേപോലെ തന്നെ സമയം എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്, ഒരുപാട് എക്സ്പെൻസീവ് ആണ്.
ഓക്കെ. സോ കോസ്റ്റ് കൂടുതലാണ് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആണെന്നുള്ളതും ടൈം കൺസ്യൂമിങ് ആണെന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു പരിമിതിയാണ്, ഒരു ലിമിറ്റേഷൻ ആണ്. ദെൻ നെക്സ്റ്റ് ലിമിറ്റഡ് ഹ്യൂമൻ ജഡ്ജ്മെന്റ് ആണ്. നമ്മൾ ഹ്യൂമൻ ജഡ്ജ്മെന്റ് എന്താണ്, ലിമിറ്റഡ് ആണ്, അതിന് ഒരു പരിധിയുണ്ട് ഹ്യൂമൻ ജഡ്ജ്മെന്റിന്. ഓക്കെ. ഇഗ്നോർസ് ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ലൈക്ക് ഇൻഡ്യൂഷൻസ്, എക്സ്പീരിയൻസ് ആൻഡ് ഹ്യൂമൻ ഇമോഷൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ ഹ്യൂമൻ ഇമോഷൻസിന്, നമ്മളുടെ ഇമോഷൻസിനുള്ള പ്രാധാന്യം, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസിനുള്ള പ്രാധാന്യം, അതുപോലെ ഇൻഡ്യൂഷനുള്ള പ്രാധാന്യം, അപ്പോൾ ഇതിനൊക്കെ വളരെ പ്രാധാന്യം വളരെ കുറവാണ് ക്യൂട്ടി നൽകുന്നത്. സോ അതൊരു ലിമിറ്റേഷൻ ആണ്. ദാറ്റ് ഈസ് ക്യൂട്ടി ഇഗ്നോർസ്. ക്യൂട്ടി എന്ത് ഇഗ്നോർ ചെയ്യുന്നുണ്ട്? ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചില ഘടകങ്ങളെ ക്യൂട്ടി തള്ളിക്കളയുന്നുണ്ട്. എന്തൊക്കെ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ആണ്? ദാറ്റ് ഈസ് ഇൻഡ്യൂഷൻസ്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആൻഡ് ഹ്യൂമൻ ഇമോഷൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻഡ്യൂഷനുള്ള, അതായത് നമുക്കുള്ള അവബോധത്തിനുള്ള, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, അതുപോലെ ഹ്യൂമൻ ഇമോഷൻസ്, ഇതിനൊക്കെയുള്ള പ്രാധാന്യം ക്യൂട്ടി തള്ളിക്കളയാണ്. സോ അത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ദെൻ നെക്സ്റ്റ് റാപ്പിഡ്ലി ചേഞ്ചിങ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഉണ്ടാവണ പെട്ടെന്നുള്ള ചേഞ്ചസ് ക്യൂട്ടിൻ്റെ മറ്റൊരു ലിമിറ്റേഷനാണ്. സം ടെക്നിക്സ് മേ ബിക്കം ഔട്ട്ഡേറ്റഡ് ഡ്യൂ ടു ഡൈനാമിക് മാർക്കറ്റ് കണ്ടീഷൻ. അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ, അതായത് മാർക്കറ്റ് കണ്ടീഷനിൽ ഉണ്ടാവുന്ന റാപ്പിഡ് ചേഞ്ച്, പെട്ടെന്ന് ഉണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ട് ചില ക്യൂട്ടി മെത്തേഡ്സ് ഒന്നും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അതൊക്കെ എന്താണ്, ഔട്ട്ഡേറ്റഡ് ആണ്. ഓക്കെ. സോ അതാണ് മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് ക്യൂട്ടി. ഒന്ന് എന്താണ്, ഡിപ്പെൻഡൻസ് ഓൺ ഡാറ്റ ആക്യുറസി. രണ്ടാമത്തത് കോംപ്ലക്സിറ്റി. 3 അസംഷൻ മേ നോട്ട് ഹോൾഡ്. 4 കോസ്റ്റ് ആൻഡ് ടൈം ഇൻറ്റൻസീവ്. Then limited human judgment and rapidly changing business environment. So these are the various limitations of quantitative techniques. ദെൻ നെക്സ്റ്റ് പറയുന്നത് യൂസസ് ഓഫ് ക്യൂട്ടി ആണ്, യൂസസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് ഇതിൻ്റെ സ്കോപ്പായിട്ട് പറയാം. സ്കോപ്പ് ഓഫ് ക്യൂട്ടി, സ്കോപ്പ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ പറയാം കേട്ടോ. അപ്പോൾ സ്കോപ്പ് ഓർ അപ്ലിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, യൂസസ് ഓഫ് ക്യൂട്ടി എന്ന് പറയുന്നത് ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് അതിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ. ഒന്ന് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ക്യൂട്ടി അപ്ലൈ ചെയ്യാം. That is, QT helps in production planning, facility layout and workforce scheduling. അപ്പോൾ വർക്ക് ഫോഴ്സിനെ, അതായത് ലേബേഴ്സിനെ ഷെഡ്യൂൾ ചെയ്യാനും ഫെസിലിറ്റി ലേഔട്ടിനും പ്രൊഡക്ഷൻ പ്ലാനിങ്ങിനൊക്കെ നമ്മൾ ക്യൂട്ടി യൂസ് ചെയ്യുന്നുണ്ട് ഇൻ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ദെൻ രണ്ടാമത്തേത് ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടി ക്യൂട്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ക്യൂട്ടി അസിസ്റ്റ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ആൻഡ് റിസ്ക് അസസ്മെൻറ്റ്. റിസ്ക് അസസ് ചെയ്യാനും പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാനും ഇൻവെസ്റ്റ്മെൻറ്റിന് ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻ എടുക്കാനൊക്കെ ക്യൂട്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് മാർക്കറ്റിംഗ് അനലറ്റിക്സ് ആണ്. അപ്പോൾ ക്യൂട്ടി മാർക്കറ്റിംഗ് അനലറ്റിക്സിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യൂട്ടിൻ്റെ മറ്റൊരു അപ്ലിക്കേഷനാണ് മാർക്കറ്റിംഗ് അനലറ്റിക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ക്യൂട്ടി സപ്പോർട്ട്സ് പ്രൈസിംഗ് സ്ട്രാറ്റജി, മാർക്കറ്റിംഗ് റിസർച്ച് ആൻഡ് കസ്റ്റമർ ബിഹേവിയർ അനലൈസിസ്. കസ്റ്റമർ ബിഹേവിയർ അനലൈസ് ചെയ്യാനും അതേപോലെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അനലൈസ് ചെയ്യാനും അല്ലെങ്കിൽ അത് കണ്ടെത്താനും, പ്രൈസിംഗ് സ്ട്രാറ്റജീസ് അനലൈസ് ചെയ്യാനും, മാർക്കറ്റ് റിസർച്ച് നടത്താനൊക്കെ വേണ്ടിയിട്ട് ക്യൂട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആണ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിനെ ക്യൂട്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ക്യൂട്ടി ഒപ്റ്റിമൈസസ് ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സ്. ക്യൂട്ടി ട്രാൻസ്പോർട്ടേഷനെ ബേസ് ചെയ്തിട്ടും ലോജിസ്റ്റിക്കിനെ ബേസ് ചെയ്തിട്ടും ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇതൊക്കെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഇതിനൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്താം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ക്യൂട്ടി അനലൈസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ ക്യൂട്ടി ചെയ്യുന്നത് എന്താണ്? എയ്ഡ്സ് ഇൻ വർക്ക് ഫോഴ്സ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ വർക്ക് ഫോഴ്സിൻ്റെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനും, ഫ്യൂച്ചറിൽ നമുക്ക് എത്ര വർക്ക് ഫോഴ്സിന് ആവശ്യം വരും, ലേബേഴ്സിന് ആവശ്യം വരും, പ്രസൻറ്റ് നമുക്ക് എത്ര വർക്ക് ഫോഴ്സിന് ആവശ്യമുണ്ട്, അപ്പോൾ ഇതൊക്കെ അനലൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ ക്യൂട്ടി അപ്ലൈ ചെയ്യുന്നത്.
ദെൻ നെക്സ്റ്റ് എക്കണോമിക് പോളിസി മേക്കിങ്ങിനാണ്. ദാറ്റ് ഈസ് എക്കണോമിക്സിൽ ക്യൂട്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? എക്കണോമിക് പോളിസി മേക്കിങ്ങിനാണ്. അപ്പോൾ ക്യൂട്ടി സപ്പോർട്ട്സ് ഗവൺമെൻറ് ആൻഡ് ബിസിനസ്സസ് ഇൻ എക്കണോമിക് ഫോർകാസ്റ്റിംഗ് ആൻഡ് പോളിസി ഇൻ ഫോർമുലേഷൻ. പോളിസി ഫോർമുലേറ്റ് ചെയ്യാനും അതായത് എക്കണോമിക് ഫോർകാസ്റ്റിങ്ങിനും പോളിസി ഫോർമുലേഷനൊക്കെ വേണ്ടിയിട്ട് ക്യൂട്ടി ബിസിനസ്സിനെയും ഗവൺമെൻറ്റിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് അപ്ലിക്കേഷൻ. സോ ദീസ് ആർ ദി വേരിയസ് അപ്ലിക്കേഷൻസ് ഓഫ് ക്യൂട്ടി. ദറ്റ് ഈസ് application of QT in operation management, application of QT in financial planning, then application of QT in market analysis, application of QT in supply chain management, and application of QT in human resource planning, and last one is application of QT in economic policy making. Next various scope ആണ്. Next is scope or areas of QT. Scope or areas of quantitative techniques ആണ്. That is areas where quantitative techniques can be applied. അപ്പോൾ ഞാനിത് ഇപ്പം നിങ്ങൾക്ക് യൂസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അപ്ലിക്കേഷനായിട്ട് എഴുതാം. ഇനി അപ്ലിക്കേഷൻ ഇത് സെപ്പറേറ്റ് ഇതുപോലെ നമുക്ക് അപ്ലിക്കേഷൻ എഴുതാം. അപ്പോൾ ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് കൊടുക്കാൻ കാരണം നിങ്ങൾക്ക് ഓരോന്നും സെപ്പറേറ്റ് പഠിക്കുകയാണെങ്കിൽ പഠിച്ചോട്ടെ. കാരണം പോയിന്റ്സ് ഒക്കെ ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ക്യൂട്ടി നമ്മൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അപ്ലിക്കേഷൻ ഒന്ന് ബിസിനസ് ഡിസിഷനാണ്, ഫോർകാസ്റ്റിങ്ങിനാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അതേപോലെ തന്നെ അതിൻ്റെ അപ്ലിക്കേഷനായിട്ട് നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് അപ്ലൈ ചെയ്യുന്നുണ്ട്, നെറ്റ്വർക്ക് അനലൈസിസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഞാൻ ഇത് സെപ്പറേറ്റ് നോട്ടായിട്ട് തന്നു എന്ന് മാത്രം കേട്ടോ. ഓക്കെ, അപ്പോൾ ഏരിയാസ് വെർ ക്യൂട്ടി ക്യാൻ ബി അപ്ലൈഡ് ഏതൊക്കെ ഏരിയയിലാണ്? ഒന്ന് ഫിനാൻസിങ്ങിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഫിനാൻസിങ്ങിൽ എന്തൊക്കെ ചെയ്യുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റ്. ക്യാഷ് ഫ്ലോ അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റ് അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഒക്കെ ക്യൂട്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് ഫിനാൻസിൽ. ദെൻ നെക്സ്റ്റ് പർച്ചേസിംഗ് ആണ്. പർച്ചേസിംഗ് ഇൻക്ലൂഡ് ഓർഡറിങ് ക്വാണ്ടിറ്റി ആൻഡ് റീഓർഡർ ലെവൽ. ഇപ്പം നമ്മൾ ഇൻവെൻട്രി ലെവലൊക്കെ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞില്ലേ, ഇൻവെൻട്രി തിയറിയിലും ഇൻവെൻട്രി മാനേജ്മെൻറ്റിലൊക്കെ സെയിം കാര്യം തന്നെയാണ്. അത് ഇൻവെൻട്രി എന്തായിട്ട് റിലേറ്റഡ് ആണ്? പർച്ചേസിംഗ് ആയിട്ട് റിലേറ്റഡ് ആണ്, പ്രൊഡക്ഷൻ പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഓർഡറിങ് ക്വാണ്ടിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാനും റീഓർഡർ ലെവൽ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ പർച്ചേസിംഗിൽ ക്യൂട്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് മാനുഫാക്ചറിങ്ങിലാണ്. മാനുഫാക്ചറിങ് ദാറ്റ് ഈസ് പ്രൊഡക്ഷനിൽ ക്യൂട്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യാനും റിസോഴ്സസ് ഒക്കെ അലോക്കേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ക്യൂട്ടി പ്രൊഡക്ഷനിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗിൽ ക്യൂട്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ദാറ്റ് ഈസ് മാർക്കറ്റിംഗ് ഇൻക്ലൂഡ്സ് പ്രൊഡക്റ്റ് സെലക്ഷൻ, അഡ്വർടൈസിംഗ് സ്ട്രാറ്റജി, സൈസ് ഓഫ് സ്റ്റോക്ക്, ഒപ്റ്റിമം പ്രൊഡക്റ്റ് മിക്സ്. അപ്പോൾ ഒപ്റ്റിമം പ്രൊഡക്റ്റ് മിക്സ് കണ്ടെത്താനും സ്റ്റോക്കിൻ്റെ സൈസ് മനസ്സിലാക്കാനും അഡ്വർടൈസ്മെൻറ്റിനുള്ള സ്ട്രാറ്റജീസ് കണ്ടെത്താനും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മാർക്കറ്റിങ്ങിൽ ക്യൂട്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടിങ്ങിൽ ക്യൂട്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഇൻക്ലൂഡ്സ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി ഓൺ ലൊക്കേഷൻ ആൻഡ് സൈസ് ഓഫ് വെയർ ഹൗസസ്. ലൊക്കേഷൻ അതായത് വെയർ ഹൗസിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താനും അതിൻ്റെ സൈസ് കണ്ടെത്താനും ഒക്കെ ഡിസ്ട്രിബ്യൂഷനിൽ ക്യൂട്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ക്യൂട്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ക്യൂട്ടി ഏതൊക്കെ ഏരിയയിലാണ് അപ്ലൈ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഇറ്റ് ഇൻക്ലൂഡ്സ് റിക്രൂട്ട്മെന്റിന്, ദെൻ അസൈൻമെന്റ് ഓഫ് ജോബ്സ്, ട്രെയിനിങ് ആൻഡ് റെമ്യൂണറേഷൻ. അപ്പോൾ റെമ്യൂണറേഷൻ കൊടുക്കാനും ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാനും ജോബ് അസൈൻ ചെയ്യാനും റിക്രൂട്ട്മെന്റിന്റെ പ്രോസസ്സിലൊക്കെ നമ്മൾ ക്യൂട്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു മാർക്കറ്റിംഗ് റിസർച്ച് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻക്ലൂഡ്സ് ഏരിയാസ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് റിസർച്ചിൻ്റെ ഡിഫറെൻ്റ് ഏരിയയിലും അതുപോലെ തന്നെ കോർഡിനേഷൻ ഓഫ് റിസർച്ച് പ്രൊജക്റ്റ്, അതായത് റിസർച്ചിനെ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ക്യൂട്ടി യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് ആണ്. സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസിനൊക്കെ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ക്യൂട്ടി അപ്ലൈ ചെയ്യണോ? ദാറ്റ് ഈസ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് വരുന്നത്? സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ലൈക്ക് ട്രാഫിക് പ്രോബ്ലംസ്, ഫെയർ സ്ട്രക്ചർ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ KSRTC പോലുള്ള ട്രാൻസ്പോർട്ടുകൾ ഉണ്ടല്ലോ, അതിലൊക്കെ ഫെയർ സ്ട്രക്ചർ കൊടുക്കുക എന്നുള്ളതാണ്. ഫെയർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിലൊക്കെ നമ്മൾ മിതമായ നിരക്കിൽ എങ്ങനെ യാത്രക്കാരെ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കുക. അതുപോലെ തന്നെ ക്യൂയിങ് പ്രോബ്ലംസ് ഒക്കെ, ക്യൂവിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂയിങ് പ്രോബ്ലം അപ്ലൈ ചെയ്യുക.
കമ്മ്യൂണിക്കേറ്റിംഗ് ഓഫ് ഇൻഫോർമേഷൻ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സോഷ്യോ എക്കണോമിക് പ്രോബ്ലത്തിൽ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നമുക്ക് അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്കോപ്പ് ഓർ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഡിഫറെൻ്റ് ഏരിയ ആയിട്ട് കൊടുക്കാനുള്ള കാരണം ഏതൊക്കെ ഫീൽഡിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനാണ്. അപ്പോൾ ഏരിയ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഓർ സ്കോപ്പ് ഓഫ് ക്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസിൽ, പർച്ചേസിൽ, മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂട്ടിംഗ്, പേഴ്സണൽ മാനേജ്മെൻറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ദെൻ സോഷ്യോ എക്കണോമിക് പ്രോബ്ലം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്, എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള യൂസസ് ഓഫ് ക്യൂട്ടി നിങ്ങൾ ഇനിയിപ്പോൾ ആ പോയിന്റ് പോലെ തന്നെ എഴുതിയാലും കുഴപ്പമില്ല. യൂസ് ഓഫ് ക്യൂട്ടിയും അതുപോലെ തന്നെ അപ്ലിക്കേഷനൊക്കെ ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. ലിമിറ്റേഷൻസ് ഓഫ് ക്യൂട്ടി, ദെൻ ഫങ്ഷൻസ് ഓഫ് ക്യൂട്ടി, അതുപോലെ തന്നെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യൂട്ടി, യൂസസ് ഓർ അപ്ലിക്കേഷൻ ഓഫ് ക്യൂട്ടി ഇൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട് ഞാൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് തിയറി മാത്രമായിട്ട് വരുന്ന ഒരേ ഒരു ചാപ്റ്റർ ഇതാണ്. ലാസ്റ്റ് ചാപ്റ്ററും നമുക്ക് ഓൾമോസ്റ്റ് തിയറിയാണ് വരുന്നതെന്നുണ്ടെങ്കിലും അതൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല ലാസ്റ്റ് മോഡ്യൂളിൽ നിന്ന്. എസ്പെഷ്യലി നിങ്ങൾക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയിട്ടൊന്നും ചോദിക്കൂല. പക്ഷെ എന്നാലും നമ്മൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, നിങ്ങൾ നന്നായിട്ട് ഈ ഫസ്റ്റ് മോഡ്യൂൾ നന്നായിട്ട് വായിച്ച് ഈ തിയറി ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ യൂസ്, അപ്ലിക്കേഷൻ, അതിൻ്റെ സ്കോപ്പ്, ഇതൊക്കെ ഏകദേശം സെയിം പോയിന്റ്സ് തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. താങ്ക് യു.